കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം നൽകിയല്ലോ. ആട്ടിൻകൂട്ടത്തെ പോലെ തൻ്റെ ജനത്തെ നടത്തുന്ന ഒരു ദൈവം, ഒന്നുകൂടി പറഞ്ഞാൽ അവിടുത്തെ ദയാൽ നമ്മെ നടത്തുന്ന ദൈവം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ട് മാറുകയില്ല. അവിടുത്തെ സമാധാനത്തിൻ്റെ നിയമം നീങ്ങിപ്പോകുകയില്ല. സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ദയ നമ്മളെ വിട്ട് മാറത്തില്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എൻ്റെ ദൈവത്തിൻ്റെ ദയയ്ക്ക് ഒരു മാറ്റവുമില്ല. പലരും ദയ കാണിക്കാമെന്ന് പറഞ്ഞവർ മാറിപ്പോയപ്പോൾ കർത്താവിൻ്റെ ദയ ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു. ആ കൃപ, അർഹിക്കാത്ത ദാനം എല്ലാം ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ദൈവമുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ദൈവമുമ്പാകെ നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുക. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വേറെ ആർക്കും അറിയില്ല. അപ്പനറിയില്ല, അമ്മയ്ക്കറിയില്ല, സഹോദരങ്ങൾക്കറിയില്ല, മാതാപിതാക്കൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ അത് ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവം. നിങ്ങൾ വേദനിക്കുകയാണോ? ഒരു പക്ഷേങ്കിലേ അത് മുഖത്ത് പ്രകടമായി. പലരും പ്രകടിപ്പിക്കാറില്ല. നമ്മൾ പലരുടെയും മുമ്പിൽ ചിരിക്കാറുണ്ടെങ്കിലും അകത്തളങ്ങളിൽ വേദനിക്കുന്നത് കാണുന്ന ഒരു ദൈവമുണ്ട്. മിസ്രൈമിലായിരുന്ന എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞു. അടുത്തത് അവർ നിലവിളി കേട്ടു. ശ്രദ്ധിക്കണം, അടുത്ത ഭാഗം അവരുടെ സങ്കടം അറിയും. ഇതറിയാൻ മറ്റാർക്കും കഴിയത്തില്ല. ഫറവോനതറിയാം, പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിയില്ല, അതിൻ്റെ ആഴം. എന്നാൽ ഈ പുറത്ത് നമ്മെ സൃഷ്ടിച്ച ദൈവം, തിരഞ്ഞെടുത്ത ദൈവം, യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹനിണത്താൽ വീണ്ടെടുത്ത കർത്താവ് നമ്മുടെ സകല വേദനകളും സങ്കടങ്ങളും വ്യക്തമായി മനസ്സിലാക്കുന്നവനാണ്. ഈ പകൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എൻ്റെ സങ്കടം മാറ്റുന്ന, എൻ്റെ വേദന ഒപ്പിയെടുക്കുന്ന ഉന്നതനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുമ്പാകെ നമസ്കരിക്കാൻ തയ്യാറുണ്ടോ? കർത്താവ് ഇന്നും നമ്മളോട് കരുണ കാണിക്കും. അവിടുത്തെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യാൻ കഴിവുള്ള യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ച അതൊരു ഉത്തരമാണ്. മുപ്പന്മാരിലൊരുത്തൻ യോഹന്നാനോട് പറയുക, യോഹന്നാനെ നീ കരയേണ്ട, കാരണം ഇത് തുറക്കാൻ ആരെയും കാണാത്തത് കൊണ്ട്, ഈ മുദ്ര പൊട്ടിക്കാൻ ആരെയും കാണാത്തത് കൊണ്ടാണ് യോഹന്നാൻ കരഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു ഉത്തരം ഉണ്ട്. യോഹന്നാനെ, അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവ്, നുറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവ് ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു. വരുമെന്നല്ല, വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും കരയുന്ന ചിലരോട് ഇതാര് തുറക്കും? ഇതെങ്ങനെ പൊട്ടും? ഇതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, സകലവും നന്നായി ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. വളരെ സുപരിതമായൊരു വാക്യം. ഒത്തിരി പ്രസംഗങ്ങൾ നാം കേട്ട് കഴിഞ്ഞ ഒരു ഭാഗം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. മത്തായി 14:31. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ച്, അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ചരിത്ര പശ്ചാത്തലം ഒത്തിരി നമ്മൾ കേട്ട കഴിഞ്ഞവരാണ്.
ഒരു ഭാഗം മാത്രം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എനിക്ക് നീയും. യേശു ഉടനെ കൈനീട്ടി, ഉടനെ കൈനീട്ടുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ മറ്റാരും കൈ നീട്ടിയില്ല, നീട്ടാൻ പറ്റത്തുമില്ല. അർത്ഥം, മറ്റാർക്കും കൈ നീട്ടാൻ പറ്റാത്ത, മറ്റൊരു കൈക്കും ചലിപ്പിക്കാൻ കഴിയാത്ത ഇടത്ത് ഉടനെ കൈനീട്ടി നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ തലമുറകളെ വിടുവിക്കുന്ന, അഭിഷക്തന്മാരെ നിങ്ങളെ സഹായിക്കുന്ന ആ കരം ഉടൻ നീട്ടുകയാണ്. നാളുകളായി വിഷമിക്കുന്ന ചില വിഷയത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് ഇച്ചോടെ മനസ്സിലായി. ഉടനെ കൈ നീട്ടി എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെല്ലാം എതിരായി നിൽക്കുകയാണ്. 30-ാം വാക്യം ശ്രദ്ധിക്കണമേ. എന്നാൽ അവൻ കാറ്റ് കണ്ട് പത്രോസ് പേടിച്ച് മുങ്ങിത്താഴുകയാണ്. കാറ്റ് കണ്ട് പേടിച്ചു, ഉടനെ കൈനീട്ടി. കാറ്റ് കണ്ട് മുങ്ങിത്താഴുന്നു, ഭയപ്പെട്ട, ഉടനെ കൈനീട്ടുന്നു. ശ്രദ്ധിക്കണമേ, മുങ്ങി തുടങ്ങുകയാണ്. അവിടെ ഉടനെ കൈ നീട്ടിയില്ലെങ്കിൽ നീ കംപ്ലീറ്റ് താണുപോകും, പൊങ്ങി വരാൻ സാധ്യതയില്ല. അതാണ് അവൻ ഭയപ്പെട്ടത്. അതാണ് പത്രോസ് ഭ്രമിച്ചു പോയത്. അവിശ്വാസം ഒരറ്റത്ത് വരുമ്പോൾ തന്നെ നിന്നെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. നീ സംശയിക്കുമ്പോൾ, നീ പതറുമ്പോൾ, നിൻ്റെ കണ്ണ് കാറ്റിലേക്ക് മാറുമ്പോൾ, പ്രതികൂലത്തെ കണ്ട് നിൻ്റെ വിശ്വാസം ചോർന്നു പോകുമ്പോഴും ഉടനെ നീട്ടുന്ന ഒരു കരമുള്ളത് കൊണ്ടാണ്, നീട്ടിയ ഒരു കരമുള്ളത് കൊണ്ടാണ് ഇന്ന് പകലിലും ഇവിടെ നമ്മളായിരിക്കുന്നത്. ഈ പകലിലും ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ഇടയാക്കാൻ പോകുന്നത്. നോക്കൂ, മുങ്ങിത്തുടങ്ങുകയാൽ പ്രിയരെ, മുങ്ങിത്തുടങ്ങുമ്പോൾ അത് കണ്ടേച്ച് മാറിപ്പോകുന്ന ഒരുവനെ അല്ല സേവിക്കാൻ ഇറങ്ങിയത്. കാരണം നിന്നോട് വരാൻ പറഞ്ഞില്ലേ, വെള്ളത്തിൻ്റെ മീതെ ചവിട്ടാൻ പറഞ്ഞില്ലേ, ചവിട്ടി എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞില്ലേ, പറഞ്ഞ് കുറേ സ്റ്റെപ്പ് എടുത്തപ്പോഴും അകത്ത് നീ കാറ്റിനെ നോക്കി. നിൻ്റെ മനസ്സിൻ്റെ അകത്ത് നിന്ന് കാറ്റാ വലുത്, ഇതടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് നീ ചിന്തിച്ചു. തിരകൾ പൊങ്ങി വന്നപ്പോൾ നീ ഭ്രമിച്ചു, ഇതെന്നെ തകർക്കാൻ സാധ്യ. പക്ഷേ അതിൻ്റെ പിന്നിലും നിന്നോട് പറഞ്ഞ ശബ്ദം, കാറ്റിനെ നിർമ്മിച്ചവൻ, തിരകളെ അടക്കാൻ കഴിവുള്ളവനാ, നിന്നോട് വരാൻ പറഞ്ഞതും നിന്നെ വിളിച്ചതുമെന്നുള്ള ആ ശബ്ദം നീ മറന്നപ്പോൾ നീ മുങ്ങാൻ തുടങ്ങുകയാണ്. പക്ഷേ ഉടനെ നീട്ടുന്ന കരം അത് മറന്നു പോകരുത്. മുങ്ങിത്തുടങ്ങിയിട്ട് ഇവൻ നിലവിളിക്കുക, പത്രോസ്, കർത്താവേ എന്നെ രക്ഷിക്കണമേ. ഈ പകൽ അവിശ്വസിച്ചാലും സംശയിച്ചാലും നിലവിളിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി നീട്ടുന്ന ഒരു ഭുജമുണ്ട്. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നീട്ടുന്ന ഒരു ഭുജമുണ്ട്. മിനിസ്ട്രിക്ക് വേണ്ടി നീട്ടുന്ന ഒരു ഭുജമുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നീട്ടുന്ന ഒരു ഭുജമുണ്ട്. എത്രയോ തവണ കർത്താവിന് തള്ളി പറഞ്ഞിട്ടും ആ കരം കുറുതായിപ്പോയോ? നീട്ടാതിരുന്നോ? പ്രവർത്തിക്കാതിരുന്നോ? സംശയിച്ചും അവിശ്വസിച്ചും പലതവണ മുങ്ങാൻ തുടങ്ങുമ്പോഴും ശാശ്വത ഭുജങ്ങളിൽ എന്നെയും നിങ്ങളെ വഹിച്ചത് ഈ പകലാരും മറന്നു പോകരുത്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വം കരേറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ശക്തി നിങ്ങൾ കാണാൻ പോകുകയാണ്. സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുത്തെങ്കിൽ, ദൈവശബ്ദം കേട്ടിട്ട് സ്റ്റെപ്പ് എടുത്തെങ്കിൽ താളടിയാവില്ല, ആഴത്തിലേക്ക് പോവില്ല. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളെയാണ് നോക്കുന്നത്. സാഹചര്യങ്ങളെ ജയിച്ച് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശബ്ദത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. ഇന്ന് പകലൊന്ന് ചേഞ്ച് ചെയ്യാൻ തയ്യാറുണ്ടോ? ഹൃദയത്തെ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ ശബ്ദം ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങ് തിരകളെ ചവിട്ടി നടന്നെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങളെല്ലാം നടക്കുമെന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്നു.
അങ്ങ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾക്കത് അറിയാം. ഇന്ന് പകൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്, വിശ്വാസത്തിൽ തളർന്നു പോകരുത്. പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. കർത്താവേ, എന്നെ ഒന്ന് ആത്മാവിൽ ബലപ്പെടുത്തണമേ. നമുക്ക് ഉടനെ കൈനീട്ടി രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നവൻ്റെ മുമ്പിൽ നീട്ടുന്ന ഒരു ഭുജം. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കണമേ എന്ന് കരയുന്ന ഒരുവൻ്റെ മുമ്പിൽ തുറക്കുന്ന ഒരു കരം. കർത്താവെ, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ നിന്നെ താങ്ങുന്ന ഒരു കരം. കർത്താവെ, ഭയം എന്നിൽ വ്യാപരിക്കുന്നുവെന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്നെ ഭുജത്തിലെടുക്കുന്ന ശ്രേഷ്ഠകരമായൊരു കർത്താവ് കൂടെയുണ്ട്. വിശ്വസിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ നീ ശക്തിപ്പെടാ. ഈ കരം നിൻ്റെ മേൽ നീട്ടിയാൽ പത്രോസേ, അടുത്ത തലത്തിൽ നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഈ നീട്ടിയ കരം നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന കരമാണ്. ഈ കരം നിന്നെ ബലപ്പെടുത്തുന്ന കരമാണ്. അടുത്ത ശുശ്രൂഷയ്ക്ക് നിന്നെ നിയോഗിക്കുന്ന കരമാണ്. പലരുടെയും മുമ്പിൽ നീ യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും അടുത്ത തലങ്ങളിൽ 11 പേരോട് കൂടെ നിന്ന് തള്ളിപ്പറഞ്ഞവനെ പ്രസിദ്ധമാക്കാൻ ഈ കരത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം നിൻ്റെ മേൽ വ്യാപരിക്കാൻ പോകുക. ഈ പകൽ സ്തോത്രം ചെയ്യുക. അനേകരുടെ മുമ്പിൽ നീ ചോദ്യചിഹ്നമായെങ്കിൽ, സമൂഹം നിന്നെ ഒതുക്കാൻ നോക്കിയെങ്കിൽ, പലരുടെയും നടുവിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ ശക്തി വിളിച്ചു പറയാൻ ആ കരത്തിൻ്റെ വല്ലഭത്വം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ഈ ദൂതേറ്റെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇന്ന് പകൽ സംഭവിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മുങ്ങാൻ താഴാൻ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്കെതിരായി വരുമ്പോഴും ഇപ്പുറത്ത് മുങ്ങാൻ അനുവദിക്കാത്ത, താണുപോകാൻ അനുവദിക്കാത്ത, ഒഴുക്കിക്കളയുന്ന ശക്തികളുടെ നടുവിൽ, ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന തിരകളുടെ നടുവിൽ നീട്ടുന്ന ഒരു കരം ഇന്ന് പകലിലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന്മേൽ അടിച്ചുയർന്ന കാർമേക പടലങ്ങൾ, തിരകളുടെ അനുഭവങ്ങൾ, കൊടുങ്കാറ്റുകളൊക്കെ ഈ പകൽ ശാസിക്കപ്പെടുന്നു. അങ്ങയുടെ മഹത്വമുള്ള ഭുജം നീട്ടിക്കഴിഞ്ഞിരിക്കുക. സ്തോത്രം. ആർക്കും തിരിച്ചു മടക്കാൻ പറ്റാത്ത ശ്രേഷ്ഠ ഭുജത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിയട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവിടെ സൗഖ്യമാക്കിയിരിക്കാൻ ആ കരം ഞങ്ങളെ ശക്തീകരിച്ചിരിക്കാൻ, അനേകയിടത്ത് സാക്ഷ്യം പറയിക്കാൻ ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ബലത്തോടെ ഞങ്ങളെ നയിക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ശ്രേഷ്ഠ ഭുജം നമുക്ക് വേണ്ടി നീട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഭുജത്തെ ഇന്ന് പകലിലും ആർക്കും തകർക്കാൻ പറ്റാത്ത ഭുജമാണ്. ഒരു ദുഷ്ടനും അതിനെ തടയാനും പറ്റില്ല. വിശ്വസിക്കുന്നതിൻ്റെ ജനത്തിനു വേണ്ടി ഇന്ന് പകലിലും ആ കരം നീട്ടും. നിങ്ങൾ നിലവിളിക്കൂ. പ്രാർത്ഥിക്കാൻ തയ്യാറായതും വ്യർത്ഥമല്ല. നീട്ടുന്ന ഭുജത്തിൻ്റെ ശ്രേഷ്ഠത അടുത്ത നിമിഷം നിങ്ങൾ കാണാൻ പോകുക. ഇന്ന് പകലത് കാണാൻ പോകുക. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.